ഓം ശ്രീ ആഞ്ജനേയായ നമ. MS-V4 ആസ്ട്രോ റിസർച്ചിന്റെ വാരഫല വീഡിയോയിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. ഞാൻ MS വിനീത്. ഈ ഒരു വീഡിയോയിൽ ഞാൻ പ്രതിപാദിക്കുന്നത് 27 നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. അതായത് 2026 ജനുവരി മാസം 4-ാം തീയതി മുതൽ 10-ാം തീയതി വരെയുള്ള അത്രയും ദിവസത്തെ ഫലമാണ് പറയുന്നത്. വരുന്ന ഞായറാഴ്ച മുതൽ അടുത്ത ശനിയാഴ്ച വൈകിട്ട് വരെയുള്ള ഫലമാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പ്രതിപാദിക്കുന്നത്. എൻ്റെ ആസ്ട്രോളജി ചാനൽ MS-V4 ആസ്ട്രോ റിസർച്ച് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കൂടി കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. പുതുവത്സരത്തിലെ 2026 ആദ്യത്തെ വാരഫല വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിനും അതുപോലെ തന്നെ എൻ്റെ എല്ലാ ഓൺലൈൻ ക്ലയൻസിനും ഞാൻ പുതുവത്സര ആശംസകൾ നേരുന്നു. നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ് എനിക്ക് തരുന്ന വിലയേറിയ സപ്പോർട്ടിന്റെ പുറത്ത് മാത്രമാണ് ഈ ചാനൽ മുൻപോട്ട് പോകുന്നത്. എല്ലാവർക്കും നന്മയും ഐശ്വര്യവും നേരുന്നു. നമുക്ക് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഓൺലൈൻ കൺസൾട്ടിങ്ങിന്, അതായത് കബഡി പ്രശ്നത്തിലൂടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. വാട്സപ്പ് നമ്പർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്തേക്കാം. അപ്പൊ നമുക്ക് വാരഫല വീഡിയോയിലേക്ക് കടക്കാം. വാരഫല വീഡിയോയിൽ ഞാൻ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യ കാൽഭാഗം. മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായിട്ടുള്ള ചെറിയ ക്ലേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും അതുപോലെ തന്നെ ഔദ്യോഗികപരമായിട്ടുള്ള ഒരുപാട് അലച്ചിൽ, അങ്ങനെ ജോലി സംബന്ധമായിട്ടുള്ള കൂടുതൽ അലയാനുള്ള സാധ്യതകൾ, അത് നിമിത്തമുള്ള ചെറിയ തോതിലുള്ള ആരോഗ്യ ക്ലേശങ്ങൾ, മാനസികമായിട്ടുള്ള ടെൻഷൻസ് കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഈ ഒരു വാരം കാണിക്കുന്നുണ്ട്. ഔദ്യോഗികപരമായിട്ട് വളരെ അനുകൂലമായിട്ടുള്ള സ്ഥാനമാണ്. നിങ്ങൾ ഉദ്ദേശിച്ച രീതികളിലുള്ള വർക്ക് ഔട്ട്പുട്ട് ലെവൽ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സഹായകരമാകുന്ന നല്ലൊരു വാരമാകും. അതുപോലെ തന്നെ ഹയർ അതോറിറ്റീസിനെ കൺവിൻസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു വാരമാണ്. ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ല രീതിയിലുള്ള ദൈവാധീനമുള്ള ഒരു വാരമാകും മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. വിവാഹം ആലോചിക്കുന്നവർക്ക് ചെറിയ തടസ്സം നേരിടാനുള്ള സാധ്യത ഈ ഒരു വാരം തുടക്കത്തില് ചൊവ്വാഴ്ച വരെ അങ്ങനെ ഒരു ചെറിയ തടസ്സം ഉണ്ടാകാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. സ്വയംവര അർച്ചന വഴിപാടായിട്ട് ക്ഷേത്രത്തിൽ നടത്തുന്നത് അങ്ങനെയുള്ള തടസ്സങ്ങൾ കാര്യങ്ങളെല്ലാം മാറിക്കിട്ടുന്നതാണ്. അതുപോലെ തന്നെ വിഘ്നേശ്വര മന്ത്രങ്ങൾ ജപിക്കുന്നത് വളരെ ഉത്തമമാണ്. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്നതാണ്. സംസാരം നിമിത്തം പുതിയ ശത്രുക്കൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. സംസാരം ആ ഒരു മിതത്വ ഭാവത്തില് സംസാരിച്ച് മുൻപോട്ട് പോകേണ്ടതാണ്. അതുപോലെ തന്നെ യാത്രാക്ലേശങ്ങൾ കൂടാനുള്ള സാധ്യത പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. വാഹനം ഓടിക്കുമ്പോൾ അശ്രദ്ധ ഒഴിവാക്കുക. അശ്രദ്ധ നിമിത്തം ഉള്ള തടസ്സങ്ങൾ ഈ ഒരു വാരം മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ്. പുറത്തു നിന്നുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പരിചയമില്ലാത്ത ഭക്ഷണങ്ങൾ പരമാവധി ഒഴിവാക്കുന്നതാവും നല്ലത്. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യം നിലനിൽക്കും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും. പ്രത്യേകിച്ച് ബിസിനസ് റിലേറ്റഡ് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ് അതുപോലെ ബിസിനസ് എക്സ്പാൻഷൻ കാര്യങ്ങൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് നല്ല ദൈവാധീനമുള്ള ഒരു വാരമാകും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്. പൂർണ്ണമായിട്ടും സരസ്വതി ദേവിയുടെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന നല്ലൊരു വാരമാകും. അടുത്തത് ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. ഇടവക്കൂർ നക്ഷത്രക്കാരായ കാർത്തിക മുക്കാൽ ഭാഗം, രോഹിണി, മകയിരം പകുതി. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഔദ്യോഗികപരമായിട്ടുള്ള ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അതായത് ജോലിയിലുള്ള ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ, ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു വർക്ക് ഔട്ട്പുട്ട് ലെവലിലേക്ക് എത്തിച്ചേരാനുള്ള ബുദ്ധിമുട്ടുകൾ ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ്. അതുപോലെ തന്നെ ജോലി അന്വേഷിക്കുന്നവർക്ക് ചെറിയ തടസ്സം ഉണ്ടാകാനുള്ള സാധ്യതയും ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഈ ഒരു വാരം കാണിക്കും. വിവാഹം ആലോചിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള വാരമാകും. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ വീട് പണിയുമായി ബന്ധപ്പെട്ടും ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാനും നല്ല ദൈവാധീനമുള്ള ഒരു വാരമാകും ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്നതാണ്. ശത്രുപരമായിട്ടുള്ള തടസ്സം ചെറിയ തോതിൽ, പ്രത്യേകിച്ച് ഔദ്യോഗികപരമായിട്ടുള്ള ശത്രു തടസ്സങ്ങൾ, അതുപോലെ തന്നെ ഫ്രണ്ട് സർക്കിൾസിന്റെ ഇടയിലും ശത്രുക്കൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നതാണ്. വാഹനം ഓടിക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധയോടുകൂടി വാഹനം ഓടിക്കുക. അതുപോലെ തന്നെ സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ബിസിനസ് എക്സ്പാൻഷന് അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും. ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ് നല്ല രീതിയിൽ ഒന്ന് ചിന്തിച്ചതിന് ശേഷം മാത്രം
ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുക. ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സിൽ പ്ലാനിങ്ങിലുള്ള അപാകത നിമിത്തം ധനനഷ്ടം ഉണ്ടാകാനുള്ള സാധ്യതകൾ ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാകും. പ്രത്യേകിച്ച് ഹയർ സ്റ്റഡീസിന് പുറത്തേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്ന കുട്ടികൾക്കും അതുപോലെ തന്നെ കോമ്പറ്റേറ്റീവ് എക്സാംസ് കാര്യങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കും വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാണ് വരാൻ പോകുന്നത്. അടുത്തത് മിഥുന കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. മിഥുന കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ മകൈരം പകുതി, തിരുവാതിര, പുണർദം മുക്കാൽ ഭാഗം. മിഥുന കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് സാമ്പത്തികപരമായിട്ടുള്ള ചെറിയ നഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഈ ഒരു വാരം ചെറിയ രീതിയിലുള്ള അങ്ങനെയുള്ള അതായത് ധനപരമായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. ഭാഗ്യപരമായി ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും പ്രത്യേകിച്ച് ജോലി അന്വേഷിക്കുന്നവർക്ക് ചെറിയ തോതിലുള്ള അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ്. സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. കുടുംബത്ത് ചെറിയ അസ്വസ്ഥതകൾ പ്രത്യേകിച്ച് ദമ്പതികൾക്കിടയിൽ അങ്ങനെയുള്ള സൗന്ദര്യ പിണക്കം പോലുള്ള കലഹങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിച്ച് മുൻപോട്ട് പോവുക. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് അനുകൂലമായിട്ടുള്ള വാരമാണ് മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. ഔദ്യോഗികപരമായി അനുകൂലമായിട്ടുള്ള ഒരു വാരമാണ്. നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ജോബ് ഔട്ട്പുട്ട്, വർക്ക് ഔട്ട്പുട്ട് ലെവൽ നല്ല രീതിയിൽ അച്ചീവ് ചെയ്യാൻ സഹായകരമാവുന്ന, നമുക്ക് നേടിയെടുക്കാൻ സഹായകരമാവുന്ന നല്ലൊരു വാരമാണ് മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും ഞാൻ ചെറിയ തോതിൽ അതായത് ചെറിയ തോതിലുള്ള വഴക്കിനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമാണ്. സരസ്വതി ദേവിയുടെ പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹം അതുപോലെ ഹനുമാൻ സ്വാമിയുടെ പൂർണ്ണമായ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന ഒരു വാരമാണ് മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കും അതുപോലെ ഹയർ സ്റ്റഡീസിന് പുറത്തേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്ന കുട്ടികൾക്കും വളരെ അനുകൂലമായിട്ടുള്ള വാരമായിട്ടാണ് മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന മിഥുനക്കൂർ നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും. പ്രത്യേകിച്ച് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സിനും അതുപോലെ തന്നെ ബിസിനസ് എക്സ്പാൻഷനും പുതിയതായിട്ട് കസ്റ്റമേഴ്സിനെ അച്ചീവ് ചെയ്യാൻ കിട്ടാനുള്ള ഭാഗ്യം അത് നിമിത്തമുള്ള നല്ല രീതിയിലുള്ള ധനപരമായിട്ടുള്ള ഉയർച്ച കാര്യങ്ങൾ മിഥുനക്കൂർ നക്ഷത്രക്കാർക്ക് ഉണ്ടാവുന്നതാണ്. വിവാഹം ആലോചിക്കുന്നവർക്ക് നല്ല ദൈവാധീനമുള്ള വാരമായിട്ടാണ് കാണിക്കുന്നത്. അടുത്തത് കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ പുണർദം കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായിട്ടുള്ള ചെറിയ ക്ലേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഈ ഒരു വാരം കാണിക്കുന്നതാണ്. പ്രത്യേകിച്ച് തലയ്ക്ക് ഉണ്ടാകുന്ന അസ്വസ്ഥത, പ്രത്യേകിച്ച് ടെൻഷൻസ് കൂടി നിൽക്കാനുള്ള സാധ്യത, നയന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അതുപോലെ തന്നെ ഉദര സംബന്ധമായിട്ടുള്ള ക്ലേശങ്ങൾ കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നതാണ്. പുറത്തു നിന്നുള്ള ഭക്ഷണം നിയന്ത്രിക്കുക. പരിചയമില്ലാത്ത ഭക്ഷണം, ഫുഡ് റിലേറ്റഡ് അലർജീസ് ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ പറയുന്നത് കോമൺ ആയിട്ടുള്ള നക്ഷത്ര ഫലമാണ്. എല്ലാവർക്കും 100% ഇത് ഒരിക്കലും സംഭവിക്കുമെന്ന് ഞാൻ ഒരിക്കലും പറയുകയില്ല. കാരണം നിങ്ങളുടെ നിലവിലുള്ള ദശാസന്ധിയുടെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ ജനന സമയത്തുള്ള ഗ്രഹസ്ഥിതിയുടെ അടിസ്ഥാനത്തിലും തീർച്ചയായിട്ടും ഇതിന് ഏറ്റക്കുറച്ചിൽ ഉണ്ടാവുന്നതാണ്. ഞാൻ പറയുന്നത് പൊതുവെയുള്ള കോമൺ ആയിട്ടുള്ള നക്ഷത്രഫലമാണ് ഞാൻ പ്രതിപാദിക്കുന്നത്. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വിദ്യാർത്ഥികൾക്ക് ചെറിയ മടി, അലസത കൂടി നിൽക്കാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. സരസ്വതി മന്ത്രം ജപിക്കുന്നതും ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതും വളരെ ഉത്തമമാണ്. രാവിലെ ശുഭ മുഹൂർത്തത്തില് ബ്രഹ്മ മുഹൂർത്തത്തില് എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായിട്ട് പഠിക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ആ ഒരു പഠന മികവ് അറ്റൻഡ് ചെയ്ത് എടുക്കാൻ സഹായകരമാവുന്നതാണ്. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വിദ്യാർത്ഥികൾക്കും കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കും ചെറിയ തോതിലുള്ള തടസ്സം, മടി, അങ്ങനെയുള്ള ദൈവാധീനക്കുറവ് കാണിക്കുന്നുണ്ട്. കുടുംബ ദേവിയെ കൂടി നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സിന് ഈ ഒരു വാരം അത്ര അനുകൂലമാവില്ല. ബിസിനസ് പുതിയതായിട്ട് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് നല്ല രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ ഒരു വാരമായിട്ടാണ് കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്നതാണ്. വിവാഹം ആലോചിക്കുന്നവർക്ക് ചെറിയ തടസ്സം വരുന്ന ചൊവ്വാഴ്ച വരെ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അതിനുശേഷം തടസ്സങ്ങൾ മാറി അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ ദൈവാധീനവും കാണിക്കുന്നുണ്ട്. അടുത്തത് ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ മകം, പൂരം, ഉത്രം കാൽഭാഗം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കുടുംബത്ത് ചെറിയ തോതിലുള്ള അസ്വസ്ഥതകൾ, പ്രത്യേകിച്ച് ദമ്പതികൾക്കിടയിലുള്ള കലഹ സാധ്യത, സൗന്ദര്യ പിണക്കം, അങ്ങനെയുള്ള ചെറിയ വാക്കുതർക്കത്തിനുള്ള സാധ്യതകൾ ഉണ്ടാകാൻ ഉള്ള ചാൻസുകൾ കാണുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിച്ച് ക്ഷമിച്ച് മുൻപോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ്. ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, മ്യൂച്വൽ കോംപ്രമൈസ്
കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള വഴക്കുകൾ കാര്യങ്ങളെല്ലാം ഒഴിവാക്കാവുന്നതാണ്. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ദൈവാധീനമുള്ള ഒരു സമയമാണ്. പ്രത്യേകിച്ച് ലക്ക് ഫാക്ടർ, അതായത് നിങ്ങളുടെ ഭാഗ്യപരമായിട്ട് വളരെ അനുകൂലമായിട്ടുള്ള സ്ഥാനത്താണ് ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വഴക്ക് ഒന്ന് നിയന്ത്രിക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഐശ്വര്യവും സമാധാനവും കുടുംബത്ത് നിലനിർത്താൻ സഹായകരമാവുന്നതാണ്. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്ന ചിങ്ങക്കൂർ നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. വിദ്യാർത്ഥികൾക്ക് ദൈവാധീനമുണ്ട്. അതുപോലെ തന്നെ വിവാഹം ആലോചിക്കുന്നവർക്കും നല്ല രീതിയിലുള്ള ദൈവാധീനമുള്ള സമയമായിട്ടാണ് കാണിക്കുന്നത്. വീട് പണിയുമായി ബന്ധപ്പെട്ടും ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ലൊരു വാരമാകും ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. ആരോഗ്യപരമായി ചെറിയ ക്ലേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ചിങ്ങക്കൂർ നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ്. അടുത്തത് കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ ഉത്രം മുക്കാൽ ഭാഗം, അത്തം ചിത്തിര പകുതി. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഔദ്യോഗികപരമായിട്ട് അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും. ജോലി സംബന്ധമായിട്ടുള്ള ടെൻഷൻസ് കാര്യങ്ങളെല്ലാം മാറി വളരെ സമാധാനമുള്ള ഒരു വാരമായിട്ടാണ് കന്നിക്കൂർ നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയം. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്നതാണ്. ധനപരമായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെയുള്ള സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കന്നിക്കൂർ നക്ഷത്രക്കാരെ കേന്ദ്രീകരിക്കണം. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള വാരമാകും. പ്രത്യേകിച്ച് ഹയർ സ്റ്റഡീസിന് പുറത്തു പോകാൻ പ്ലാൻ ചെയ്യുന്ന കുട്ടികൾക്കും അതുപോലെ തന്നെ കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കും അനുകൂലമായിട്ടുള്ള സമയമായിട്ടാണ് കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. കുടുംബത്തെ ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കും. ശത്രുപരമായിട്ട് പുതിയ ശത്രുക്കൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കുക. ബന്ധുമിത്രാദികൾ പോലും ചിലപ്പോൾ ശത്രുക്കളാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അപ്പം ഭദ്രകാളി മന്ത്രം ജപിക്കുന്നത് വളരെ ഉത്തമമാണ്. പ്രത്യേകിച്ച് ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ഓം രുദ്രസുതായ വിദ്മഹേ ശൂലഹസ്തായ ധീമഹി തന്നഹ കാളി പ്രചോദയാത്, ഈ മന്ത്രം ദിവസം ജപിക്കുന്നത് വളരെ ഉത്തമമാണ്. സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അതുപോലെ തന്നെ വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് അനുകൂലമായിട്ടുള്ള വാരമാകും. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള വാരമായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന കന്നിക്കൂർ നക്ഷത്രക്കാർക്ക് ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ലൊരു വാരമാകും. പ്രത്യേകിച്ച് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ്, അതുപോലെ തന്നെ പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്കും ബിസിനസ് എക്സ്പാൻഷൻ റിലേറ്റഡ് അങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ അനുകൂലമായിട്ടുള്ള ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്. അടുത്തത് തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. തുലാക്കൂർ നക്ഷത്രക്കാരായ ചിത്തിര പകുതി, ചോതി, വിശാഖം മുക്കാൽ ഭാഗം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ആരോഗ്യ ക്ലേശങ്ങൾ ചെറിയ തോതിൽ ഉടലെടുക്കാനുള്ള സാധ്യത ഈ ഒരു വാരം കാണിക്കുന്നതാണ്. നയന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, നടുവിന് ഉണ്ടാകുന്ന ബാക്ക് പെയിൻ അങ്ങനെയുള്ള അസ്വസ്ഥതകൾ, അതുപോലെ തന്നെ കാൽമുട്ടിന് ഉണ്ടാകുന്ന അസ്വസ്ഥത, ബോൺ റിലേറ്റഡ് അങ്ങനെ നമ്മളുടെ എല്ലിന് ഉണ്ടാകുന്ന അങ്ങനെയുള്ള അസ്വസ്ഥതകൾ, അങ്ങനെയുള്ള പെയിൻ റിലേറ്റഡ് കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നതാണ്. ഇത് പൊതുവെയുള്ള ഫലം മാത്രം, എല്ലാവർക്കും 100% ഉണ്ടാവും എന്നല്ല ഞാൻ പറഞ്ഞത്. വിദ്യാർത്ഥികൾക്ക് ചെറിയ തോതിലുള്ള അലസത ഉണ്ടാകാനുള്ള സാധ്യത തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ്. സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ധനപരമായിട്ടുള്ള നഷ്ടങ്ങൾ, ചിലവ് കൂടി നിൽക്കാനുള്ള സാധ്യതകൾ തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നതാണ്. വീട് പണിയുമായി ബന്ധപ്പെട്ട് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ലൊരു വാരമാകും. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് അനുകൂലമായിട്ടുള്ള വാരം. വിദ്യാർത്ഥികൾക്ക് ചെറിയ അലസത, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ അലസത ഉണ്ടാകാനുള്ള സാധ്യത. അതുകൊണ്ട് തന്നെ സരസ്വതി ദേവിയും ഹനുമാൻ സ്വാമിയും നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. കുടുംബദേവിയെ കൂടി പ്രാർത്ഥനാ വേളയിൽ ഉൾപ്പെടുത്തുക. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാര് വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള വാരമായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്ന നല്ലൊരു വാരമായിട്ടാണ് തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. ശത്രുപരമായിട്ടുള്ള സ്ഥാനം കാണിക്കുന്നുണ്ട്. ശത്രുക്കൾ ഉണ്ടാകാനുള്ള സാധ്യത സംസാര നിമിത്തം, സംസാരത്തിൽ ആ ഒരു മിതത്വ ഭാവത്തിൽ പോയില്ലെങ്കിൽ പുതിയ ശത്രുക്കൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഉടലെടുക്കുന്നതാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സിന് ഈ ഒരു വാരം അത്ര അനുകൂലമാവില്ല. പക്ഷെ ബിസിനസ് റിലേറ്റഡ് തീരുമാനങ്ങൾ, പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാനുള്ള തീരുമാനങ്ങൾ, അല്ലെങ്കിൽ ബിസിനസ് റിലേറ്റഡ് എക്സ്പാൻഷൻ, ബിസിനസ്സിലുള്ള അങ്ങനെയുള്ള പുതിയ കാര്യങ്ങളൊക്കെ ചിന്തിക്കാനുള്ള ആ ഒരു തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ലൊരു വാരമായിട്ടാണ് തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നത്. അടുത്തത് വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. വൃശ്ചികക്കൂർ നക്ഷത്രക്കാരായ വിശാഖം കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രം. വൃശ്ചിക കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ദൈവാധീനമുള്ള നല്ലൊരു വാരമായിട്ടാണ് കാണിക്കുന്നത്. ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന നല്ലൊരു വാരമായതുകൊണ്ട് തന്നെ
ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്നതാണ്. അതുപോലെ തന്നെ സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന നല്ലൊരു വാരമായിട്ടാണ് വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. ധനപരമായിട്ടുള്ള നഷ്ടം അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാത്ത നല്ലൊരു വാരമാകും. കൂടുതൽ കാര്യങ്ങൾ നല്ല ഫോക്കസ്ഡോടുകൂടി നല്ലതായിട്ട് ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു വാരമായിട്ടാണ് വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള ദൈവാധീനമുള്ള നല്ലൊരു വാരം. കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കും അതുപോലെ തന്നെ ഹയർ സ്റ്റഡീസിന് പുറത്തു പോകാൻ പ്ലാൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കും അനുകൂലമായിട്ടുള്ള ഒരു വാരമായിട്ടാണ് വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. വീട് പണിയുമായി ബന്ധപ്പെട്ട് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ലൊരു വാരം. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ലൊരു വാരം. പ്രത്യേകിച്ച് പുതിയതായിട്ട് കസ്റ്റമേഴ്സിനെ റിക്രൂട്ട് ചെയ്യാനുള്ള ഭാഗ്യം, പുതിയ കസ്റ്റമേഴ്സിനെയൊക്കെ കിട്ടാനുള്ള ഭാഗ്യം, അതുപോലെ തന്നെ ബ്ലോക്കായി കിടക്കുന്ന ഫണ്ട് കാര്യങ്ങളൊക്കെ റിലീസ് ആകാനുള്ള അങ്ങനെയുള്ള ദൈവാധീന കാര്യങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സിനും അനുകൂലമായിട്ടുള്ള വാരമാകും വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യം നിലനിൽക്കുന്ന നല്ലൊരു വാരമാകും. അതുപോലെ തന്നെ വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് നല്ല ദൈവാധീനമുണ്ട്. ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സിന് നല്ല വാരം, വിദ്യാർത്ഥികൾക്ക് നല്ല വാരം. പൊതുവെ വൃശ്ചികക്കൂർ നക്ഷത്രക്കാർക്ക് അതുപോലെ വിവാഹം ആലോചിക്കുന്നവർക്ക് നല്ല ദൈവാധീനമുള്ള വാരമായിട്ടാണ് കാണിക്കുന്നത്. അടുത്തത് ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ മൂലം, പൂരാടം, ഉത്രാടം കാൽഭാഗം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായിട്ടുള്ള ചെറിയ ക്ലേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. നയന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ട്, ഉദര സംബന്ധം, അതുപോലെ തലയ്ക്കുണ്ടാകുന്ന അസ്വസ്ഥതകൾ, ഓവറായിട്ടുള്ള ജോബ് റിലേറ്റഡ് ടെൻഷൻസ് കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ധനുക്കൂർ നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. ഹനുമാൻ സ്വാമിയെ നിത്യവും പ്രാർത്ഥിക്കുക. ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ പൂർണ്ണമായിട്ടും മാറി കിട്ടുന്നതാണ്. ഹനുമാൻ സ്വാമിയും അതുപോലെ തന്നെ ഭദ്രകാളി ദേവിയും നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ കൂടുതലായിട്ട് പ്രാർത്ഥിക്കുന്നത് അങ്ങനെയുള്ള നെഗറ്റീവ് എനർജിയുടെ ഒരു ആഗീരണം കാര്യങ്ങളൊക്കെ മാറ്റി നിർത്താൻ സഹായകരമാവുന്നതാണ്. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ധനുക്കൂർ നക്ഷത്രക്കാർക്ക് കാണിക്കും, പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ 2 തവണ ആലോചിച്ചതിന് ശേഷം മാത്രം ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക. പ്രത്യേകിച്ച് ബിസിനസ് റിലേറ്റഡ് അങ്ങനെയുള്ള തീരുമാനങ്ങൾ, അതുപോലെ ഹയർ സ്റ്റഡീസിന് പുറത്ത് പോകാൻ പ്ലാൻ ചെയ്യുന്ന കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കാൻ ഒരു 2 തവണ ആലോചിച്ചതിന് ശേഷം മാത്രം തീരുമാനങ്ങൾ എടുക്കുക. ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സിന് ഈ വാരം അത്ര അനുകൂലമാവില്ല, ചെറിയ തടസ്സങ്ങൾ കാണിക്കുന്നുണ്ട് ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്ന നല്ലൊരു വാരമാകും. വീട് പണിയുമായി ബന്ധപ്പെട്ടും അതുപോലെ വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്കും നല്ല ദൈവാധീനമുണ്ട്. വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ലൊരു വാരമായിട്ടാണ് കവടി പ്രശ്നത്തിൽ കണ്ടത്. അപ്പോൾ ധനുക്കൂർ നക്ഷത്രക്കാർക്ക് പൊതുവെ പോസിറ്റീവ്സ് നെഗറ്റീവ്സ് ഇടകലർന്ന ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്. അടുത്തത് മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ ഉത്രാടം മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം പകുതി. മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഔദ്യോഗികപരമായിട്ട് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. ജോബ് റിലേറ്റഡ് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളെല്ലാം മാറി കിട്ടുന്നതാണ്. കാര്യങ്ങളെല്ലാം വിചാരിച്ച രീതിയിൽ വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങളൊക്കെ ഷെഡ്യൂൾഡ് ചെയ്ത് ചെയ്യാൻ പറ്റിയ നല്ലൊരു വാരമായിട്ടാണ് മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. ജോലി അന്വേഷിക്കുന്നവർക്ക് ചെറിയ തടസ്സം ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. വിഘ്നേശ്വര മന്ത്രം ജപിക്കുന്നതും കുടുംബദേവിയെ പ്രാർത്ഥിക്കുന്നതും അങ്ങനെയുള്ള തടസ്സങ്ങൾ മാറ്റിയെടുക്കാൻ സഹായകരമാവുന്നതാണ്. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്ന നല്ലൊരു വാരമാകും മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. വിദ്യാർത്ഥികൾക്ക് നല്ല ദൈവാധീനമുണ്ട്. നല്ല രീതിയിലുള്ള പഠന മികവോടുകൂടി മുൻപോട്ട് പോകാൻ പറ്റിയ നല്ലൊരു വാരമായിട്ടാണ് കാണിക്കുന്നത്. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് അനുകൂലമായിട്ടുള്ള വാരമാകും. വീട് പണിയുമായി ബന്ധപ്പെട്ട് ചെറിയ കൺഫ്യൂഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ അലോക്കേഷൻ, സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ, അങ്ങനെയുള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത മകരക്കൂർ നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ് നല്ല രീതിയിൽ ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം തീരുമാനങ്ങൾ എടുക്കുക. പ്രത്യേകിച്ച് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ബിസിനസ് എക്സ്പാൻഷന് ഈ ഒരു വാരം ചെറിയ തടസ്സങ്ങൾ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ അനുകൂലമായിട്ടുള്ള ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്. അടുത്തത് കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ അവിട്ടം പകുതി, ചതയം, പൂരുരുട്ടാതി മുക്കാൽ ഭാഗം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായിട്ട് വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യം നിലനിൽക്കുന്ന നല്ലൊരു വാരം. ജോലി അന്വേഷിക്കുന്നവർക്ക് ചെറിയ തടസ്സം ഉണ്ടാകാനുള്ള സാധ്യത കുംഭക്കൂർ നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. ഔദ്യോഗികപരമായിട്ട് വളരെ അനുകൂലമായിരിക്കും. നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിലുള്ള വർക്ക് ഔട്ട്പുട്ട്, ആ ഒരു വർക്ക് ലെവൽ സാറ്റിസ്ഫാക്ഷൻ, ആ ഒരു ലെവൽ നല്ല രീതിയിൽ
മെയിൻറ്റെയിൻ ചെയ്ത് മുൻപോട്ട് പോകാൻ സഹായകരമാവുന്നതാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന കുംഭക്കൂർ നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായിരിക്കും. പ്രത്യേകിച്ച് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ്, പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്കും അതുപോലെ ബിസിനസ് എക്സ്പാൻഷൻ ബേസ്ഡ് ഡിസിഷൻസ് കാര്യങ്ങളൊക്കെ എടുക്കുന്നവർക്കും വളരെ അനുകൂലമായിട്ടുള്ള സമയമാവും കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ലൊരു വാരമാണ്. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് ഫിനാൻഷ്യൽ അലോക്കേഷൻസിൽ അങ്ങനെയുള്ള സാമ്പത്തികപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോഴുള്ള ചെറിയൊരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത കുംഭക്കൂർ നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. ശത്രുപരമായിട്ടുള്ള തടസ്സം കൂടി നിൽക്കാനുള്ള സാധ്യതയുണ്ട്. സംസാര നിമിത്തം പുതിയ ശത്രുക്കൾ ഉണ്ടാകാനുള്ള സാധ്യതയും കുംഭക്കൂർ നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. വിവാഹം ആലോചിക്കുന്നവർക്ക് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാം. ബാക്കി കാര്യങ്ങളെല്ലാം കുംഭക്കൂർ നക്ഷത്രക്കാർക്ക് അനുകൂലമായിട്ടാണ് കാണിക്കുന്നത്. അടുത്തത് മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. മീനക്കൂർ നക്ഷത്രക്കാരായ പൂരുരുട്ടാതി, കാൽഭാഗം, ഉത്തരട്ടാതി, രേവതി നക്ഷത്രം. മീനക്കൂർ നക്ഷത്രക്കാർക്ക് പൊതുവെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാണ് വരാൻ പോകുന്നത്. ഔദ്യോഗികപരമായിട്ട് തടസ്സങ്ങളെല്ലാം മാറി നിൽക്കുന്നതാണ്. നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ വർക്കിനെ നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റിയ നിങ്ങളുടെ ആ ഒരു സീക്വൻസിൽ നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റിയ നല്ലൊരു വാരമാകും. ജോലി അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു വാരമാണ്. നല്ല രീതിയിലുള്ള ദൈവാധീനമുള്ള സമയമാണ്. പ്രത്യേകിച്ച് വിഷ്ണു ഭഗവാന്റെയും നരസിംഹമൂർത്തിയുടെയും അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന ഒരു വാരമാണ്. പിതൃക്കളെ കൂടി നല്ല രീതിയിൽ സ്മരിക്കുകയാണെങ്കിൽ തടസ്സങ്ങളെല്ലാം പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്നതാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ലൊരു വാരം. പ്രത്യേകിച്ച് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സിനും പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്കും മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് നല്ല സമയമാണ്. വിദ്യാർത്ഥികൾക്ക്, ഹയർ സ്റ്റഡീസിന് പുറത്തു പോകാൻ പ്ലാൻ ചെയ്യുന്ന കുട്ടികൾക്ക് ഔദ്യോഗികപരമായിട്ടും അതുപോലെ തന്നെ ഔദ്യോഗികപരമായിട്ടും പുറത്തു പോകാൻ വിസ സംബന്ധമായിട്ടുള്ള ക്ലിയറൻസ് കാര്യങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്കും അനുകൂലമായിട്ടുള്ള സമയമാകും. കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് നല്ല ദൈവാധീനമുള്ള, പ്രത്യേകിച്ച് സരസ്വതി ദേവിയുടെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന ഒരു വാരമായിട്ടാണ് മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ മാറി നിൽക്കുന്ന നല്ലൊരു വാരമാണ്. എന്നിരുന്നാൽ പോലും ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക, അതുപോലെ തന്നെ ഭദ്രകാളി ദേവിയെ പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമാണ്. നരസിംഹ മന്ത്രം ജപിക്കുന്നതും വളരെ നല്ലതായിരിക്കും. സാമ്പത്തിക ക്രയവിക്രയങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സിന് നല്ല ഒരു വാരമായിട്ടാണ് മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യം നിലനിൽക്കുന്നതാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള വാരം. അപ്പം മീനക്കൂർ നക്ഷത്രക്കാർക്ക് പൊതുവെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാണ് വരാൻ പോകുന്നത്. വിവാഹം ആലോചിക്കുന്നവർക്കും ദൈവാധീനമുള്ള നല്ലൊരു വാരമാണ്. ഇത്രയാണ് 27 നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം. എന്റെ ആസ്ട്രോളജി ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എന്റെ പൂജാ പ്രാർത്ഥനയിൽ നിങ്ങളെ കൂടി ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കണമെങ്കിൽ പേര്, നക്ഷത്രം, ജീവിതത്തിൽ അനുഭവിക്കുന്ന ക്ലേശങ്ങൾ എന്താണ്, ബുദ്ധിമുട്ട് എന്താണ്, അതുകൂടി ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്റെ പൂജാ പ്രാർത്ഥനയിൽ നിങ്ങളെ കൂടി ഉൾപ്പെടുത്തി ഞാൻ പ്രാർത്ഥിക്കുന്നതാണ്. ഇതിന് പ്രത്യേകിച്ച് ഫീസ് കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഇത് തികച്ചും സൗജന്യപരമാണ്. എന്റെ ആസ്ട്രോളജി റിലേറ്റഡ് കൺസൾട്ടിങ്ങിന് താല്പര്യമുള്ളവർക്ക്, അതായത് കബഡി പ്രശ്നത്തിലൂടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിന് താല്പര്യമുള്ളവർക്ക് വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച്, ഡയറക്റ്റ് മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. വാട്സപ്പ് നമ്പർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും നല്ലൊരു വർഷം നേരുന്നു. നന്ദി, നമസ്കാരം.